രേണുകയുടെ ആദ്യ തമിഴ് ചിത്രം ദാസ് കണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഒരു കുട്ടി അവർക്ക് കത്തിട്ടു. രേണുക ചോച്ചിയും ജയന്റവി ചോട്ടനും തമ്മിൽ നല്ല ചോർച്ചയാണ്. രേണുക ആദ്യം കണ്ണുമിഴിച്ചു. ചോർച്ചയോ? പിന്നെയാണ് അവർക്ക് മനസ്സിലായത് അത് ചേർച്ചയാണെന്ന്. ഇനി തമിഴ്നാട്ടിൽ നിന്നുള്ള വേറെ ഒരു കഥ കേട്ടോ. അവിടെ പാണ്ഡി എന്ന യുവാവും കുടുംബവും രേണുകയുടെ ഫോട്ടോ വെച്ച് വിളക്ക് കൊളുത്തി എന്നും പ്രാർത്ഥിക്കും. മിക്ക ദിവസവും പാണ്ഡിക്ക് ഫോണിലൂടെ രേണുകയുടെ ശബ്ദം കേൾക്കണം. നീ ജോലിക്ക് പോയി നന്നായി വാ എന്ന് ഫോണിലൂടെ കേട്ടാലേ പാണ്ഡി ജോലിക്കിറങ്ങൂ. പക്ഷേ ആ സ്നേഹബഹുമാനങ്ങൾക്ക് രേണുകയെന്തോ അധിക നേരം നിന്നുകൊടുത്തില്ല. മിന്നിത്തുടങ്ങുമ്പോൾ സ്വയമണച്ച് പ്രശസ്തിയുടെ സൗരയൂഥം തന്നെ വിട്ടുപോയ രേണുകയെക്കുറിച്ചൊരു വീഡിയോ എങ്ങനെ ചെയ്യാതിരിക്കും? ഇതുവരെ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടില്ലെന്ന് ആദ്യ ചിത്രം നമ്മൾ പുറത്തിറങ്ങിയ ടൈമിൽ രേണുക മാഗസിൻ ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ മലയാളികൾ അമ്പരന്നു. ഒരു സിനിമ പോലും കാണാത്ത പെൺകുട്ടിയോ? സംഗതി പക്ഷേ സത്യമായിരുന്നു. ഹൈക്കോടതി അഡ്വക്കേറ്റായ ഉണ്ണികൃഷ്ണൻ്റെ മകൾ എന്നിട്ടും സിനിമയിലെത്തി. അത് ദൈവത്തിൻ്റെ അനേകം കുസൃതികളിലൊന്ന്. വാരികയിൽ മുഖചിത്രമായി കൊടുക്കാൻ രേണുകയുടെ ഒരു ഫോട്ടോ അച്ഛൻ്റെ സുഹൃത്തെടുക്കുന്നത് 2002. അന്നവൾ +2കാരി. ആ ഫോട്ടോ കണ്ടാണ് ഷിബു മായാമോഹിത ചന്ദ്രനിൽ മായയാവാൻ രേണുകയെ ക്ഷണിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് നാട്ടിലെത്തുന്ന മായയുടെ വിവാഹം ഡോക്ടർ പ്രമോദുമായി ഉറപ്പിച്ചിരിക്കുകയാണ്. പ്രമോദ് മായയ്ക്കെഴുതുന്ന കത്തുകൾ കൊടുക്കാൻ പോസ്റ്റ്മാൻ ശരത് ചന്ദ്രൻ അവളുടെ വീട്ടിലെത്തുന്നു. തുടർന്ന് മായയും ചന്ദ്രനും അടുക്കുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. മായയായ രേണുകയ്ക്കൊപ്പം പ്രമോദായി പൃഥ്വിരാജ്, ശരത്ചന്ദ്രനായി കുഞ്ചാക്കോ ബോബൻ, ഭരത് ഗോപി, ജഗതി ശ്രീകുമാർ, നെടുമുടി വേണു, മനോജ് കെ ജയൻ, KPSC ലളിത എന്നിങ്ങനെ ലെജൻഡുകളാൽ നീണ്ട നിരയുണ്ടായിരുന്നിട്ടും മായാമോഹിത ചന്ദ്രൻ ഇടയ്ക്ക് വെച്ച് മുടങ്ങി. എങ്കിലും അതേ വർഷം കമലിന്റെ ക്യാമ്പസ് ഹിറ്റ് നമ്മളിൽ അപർണ എന്ന രാക്ഷസിയായി നടി പിന്നെയുമെത്തി. നാഗരികതയുടെ വർണ്ണക്കുപ്പായമണിഞ്ഞ അപർണയായി നമ്മളിൽ രേണുക നല്ല പ്രകടനം നൽകി, പ്രത്യേകിച്ചും സിനിമയുടെ ഹൈലൈറ്റായ രാക്ഷസി എന്ന പാട്ടിൽ. പക്ഷേ നമ്മളിന്റെ വിജയം ഗുണം ചെയ്തത് പരിമളമായി എത്തിയ ഉപനായിക ഭാവനയ്ക്ക് മാത്രം. 2003 മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും എന്ന ചിത്രത്തിൽ പൃഥ്വിയുടെ നായികയായപ്പോഴും ദുര്യോഗം നടിയെ വേട്ടയാടി. ആവറേജ് ഹിറ്റായ മീര അമ്പിളി ദേവിയുടെ മാത്രം സിനിമയായി തീർന്നു. നീണ്ട ഇടവേളയ്ക്കു ശേഷം സുമലത തിരിച്ചെത്തിയ ആനന്ദം ആനന്ദമായയിലൂടെ തെലുങ്കിൽ നടി ഭാഗ്യം പരീക്ഷിക്കുന്നതും ഇതേ വർഷം. 2004 ജിഷ്ണുവിന്റെ നായികയായി ഫ്രീഡത്തിൽ അഞ്ജലിയെ കയ്യൊതുക്കത്തോടെ രേണുക അവതരിപ്പിച്ചെങ്കിലും ആ ചിത്രം പരാജയമായി. ന്യൂസിലൂടെ കന്നഡ, ദാസിലൂടെ തമിഴ്. രേണുകയ്ക്ക് അതിൽ കൈകൊടുത്തത് തമിഴകമാണ്. പ്രത്യേകിച്ചും ദാസിലെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ പ്രമേയം കൊണ്ട് വേറിട്ടു നിന്ന തമിഴ് ചിത്രം കലാപക്കാതലിനിലെ അൻപരശിയാണ് 2006 രേണുകയുടെ സമ്പാദ്യം. ഇതേ വർഷം നവ്യ നായർ, സിന്ധു മേനോൻ എന്നിവർക്കൊപ്പം മലയാളത്തിൽ പതാകയിലൂടെ നായികാ പദവി പങ്കിട്ടെങ്കിലും ചിത്രം വിജയിച്ചില്ല. പ്രദർശനകാലം അത്ര കണ്ട് ശ്രദ്ധിക്കപ്പെടാതെ പോയ വർഗത്തിലെ നാദിയ ആ വർഷത്തെ നടിയുടെ മറ്റൊരു വേഷം. പുതിയ കാലത്ത് ആ സിനിമയ്ക്ക് കൾട്ട് സ്റ്റാറ്റസ് നൽകുന്നവർ പോലും രേണുകയുടെ കഥാപാത്രത്തെക്കുറിച്ചൊന്നും പറയാറില്ല. ബിരുദം കഴിയുമ്പോൾ അഭിനയം നിർത്തണം, വിവാഹം കഴിക്കണം എന്ന അച്ഛൻ്റെ സുഗ്രീവാജ്ഞ ശിരസാ വഹിച്ച് 2006 സൂരജ് മേനോനെ നടി വിവാഹം ചെയ്തു. വിവാഹശേഷം US സെറ്റിൽഡായ നടിയെ നമ്മളിലൂടെ ഓർക്കാറുണ്ടെങ്കിലും രേണുക മലയാള സിനിമയെ ഏതാണ്ട് മറന്ന മട്ടാണ്.